ഒരക്ഷരം കൂട്ടിച്ചേർക്കേണ്ടതില്ല. തങ്ങൾ ഇന്ന് പറയാനുള്ളത് പരിപൂർണമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയൊക്കെ ഒന്ന് യോഗം ചേരുന്നുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടെ അതിനുശേഷം ഞങ്ങൾ നിങ്ങളോട് പറയാം. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മൊത്തം ഒരു കാര്യം വളരെ വിശദമായി തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം നമുക്ക് ബാക്കി ഒരുപാട് എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളല്ലേ. ഇപ്പോൾ രാഷ്ട്രീയമായി പറയേണ്ടത് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇനി കൂടുതൽ അതിന് വിശദീകരണം ആവശ്യമില്ല. അതുകൊണ്ട് ലീഗിന്റെ മന്ത്രിമാരെ കുറിച്ചൊക്കെ പ്രഖ്യാപനം എപ്പോഴുണ്ടാവും തീരുമാനമായി? അത് വൈകാതെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കും. മിക്കവാറും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനിപ്പോൾ മന്ത്രിമാരെല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുമോ ഘടകകക്ഷി നേതാക്കൾ മാത്രമാണോ എന്നറിയുകയില്ല. ഏതായാലും വൈകാതെ തന്നെ ലീഗിന്റെ മന്ത്രിമാരെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. അല്ല, ഇപ്പൊ ഇന്നത്തേക്ക് ആവശ്യമുള്ളതൊക്കെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കൂടുതൽ ലീഗ് ആഗ്രഹിച്ച ഒരു തീരുമാനം തന്നെയാണോ ഹൈക്കമാൻഡ് നടത്തിയത്? എന്താണ് പിന്നെ തങ്ങൾ മറുപടി പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതാണ് പറഞ്ഞത്. ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വൈകുന്നേരം യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളെ അറിയിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഡേറ്റ് അതിനനുസരിച്ച് ഞങ്ങളും അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ ഫോർമാലിറ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. ബാക്കി ഘടകകക്ഷികൾ അവർ ബന്ധപ്പെടും. നിയുക്ത മുഖ്യമന്ത്രി ബന്ധപ്പെടും. അപ്പോൾ പിന്നെ അതിൻ്റെ ഫോർമാലിറ്റി ഗവർണർക്ക് കത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ പ്രൊസീജിയറാണ്. അതതിൻ്റെ മുറക്ക് നടക്കും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് അതന്നെ പുറപ്പെടേണ്ട എപ്പോഴാന്ന് വൈകുന്നേരം അവർ വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ട.